നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് അൽ നസർ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ അൽ ഇത്തിഹാദാണ്. കടുത്ത പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു കളിയാണിത്. അൽ ഇത്തിഹാദിൻ്റെ മൈതാനത്ത് ജിദ്ദയിൽ വെച്ചിട്ട് പ്രിൻസ് അബ്ദുള്ള അൽ ഫൈസൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 11:30 തീവാറുമെന്ന കാര്യം ഉറപ്പായി. ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ 2ാം സ്ഥാനത്തുള്ള അൽ നസർ 17 കളികളിൽ നിന്ന് 40 പോയിൻ്റാണ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അൽ ഹിലാലിന് 18 കളികൾ 50 പോയിൻ്റ് ഉണ്ട്. ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ അൽ നസറിന് കഴിയില്ല. ഇന്ന് അൽ ഇത്തിഹാദിനോട് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്താൽ ഇത്തവണത്തെ കിരീടത്തിലേക്ക് പോവുക എന്നുള്ളത് അൽ നസറിന് കൂടുതൽ ദുഷ്കരമായിട്ട് മാറും. അതേസമയം കരീം ബെൻസീമ ഉൾപ്പെടുന്ന സൂപ്പർ താര നിരയുള്ള അൽ ഇത്തിഹാദ് ഇടയ്ക്ക് അവരുടെ കോച്ചിനെയൊക്കെ പുറത്താക്കി. ഇപ്പോൾ മാർസലോ ഗലാഡോയാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. മുന്നോട്ട് കുതിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. 17 കളികൾ 28 പോയിൻറ്റുമായിട്ട് 6ാമതാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ താരപ്രഭക്കനുസരിച്ചിട്ടുള്ള ഒരു കുതിപ്പ് അവർക്ക് നടത്തിയേ പറ്റൂ. അതുകൊണ്ട് തീ പാറുന്ന പോരാട്ടം തന്നെ ഇന്ന് നടക്കും. അൽ നസറിൻ്റെ 11 എങ്ങനെയായിരിക്കും? സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ആരൊക്കെ ഇറങ്ങുമെന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ അഖീദി, ഡിഫൻസിൽ ലാപ്പോർട്ടും ലജാമിയും ഒരുമിച്ചിറങ്ങും. സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇരുപാർശ്വങ്ങളിലായിട്ട് ടെല്ലസും സുൽത്താനും ഉണ്ടാകും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രസോവിച്ചും ഫൊഫാനയും ഒറ്റാവിയോയും ഒരുമിച്ചിറങ്ങാനാണ് സാധ്യത. മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സാദിയോ മാനയും ആൻഡേഴ്സൺ ടാലിസ്കയും ഉണ്ടാകും. ലഭ്യമായ ഏറ്റവും മികച്ച ടീമും കൊണ്ട് തന്നെ അൽ നസർ ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ വർഷത്തെ ടോപ്പ് സ്കോറർ പട്ടത്തിനായിട്ടുള്ള പോരാട്ടത്തിലാണ് ക്രിസ്ത്യാനോ. അദ്ദേഹത്തിൽ നിന്ന് ഇന്നും ആരാധകർ ഗോളുകൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.